ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു രണ്ട് താങ്ക് യു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫോറിൻ താരങ്ങളാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ 4 താങ്ക് യു പോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ക്ലബ്ബ് വിട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ദിമിത്രിയോസ് ഡാമൻഡോസ് ക്ലബ്ബ് വിട്ടത്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കോച്ചായ ഫ്രാങ്ക് ദുവനെ, പിന്നെ 2 ഗോൾ കീപ്പേഴ്സായ കരൺജിത്ത് സിംഗും അതുപോലെ ലാറ ശർമ്മ. അപ്പോൾ ഇന്ന് 2 താരങ്ങളെ കൂടി ക്ലബ്ബ് വിട്ടത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ താരം ദൈസുകി സക്കായി ആണ്, ജാപ്പനീസ് താരം, നമ്മുടെ ഏഷ്യൻ താരം ദൈസുകി സക്കായി ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ താരം, അത് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സംബന്ധിച്ച് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു പിരിഞ്ഞു പോക്ക് തന്നെയാണ്. നമ്മുടെ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന ക്രൊയേഷ്യൻ ഡിഫൻഡർ നമ്മുടെ മാർക്കോ ലെസ്കോവിക്കും അങ്ങനെ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ലൂണയോടൊപ്പം തന്നെ 3 വർഷമായിട്ട് ഇവാൻ്റെ ഫസ്റ്റ് സീസൺ മുതൽ ക്ലബിനോടൊപ്പം ഉള്ളതാണ്. ഇപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം അങ്ങനെ ലെസ്കോവിക്ക് ക്ലബ്ബ് വിടുകയാണ്. അപ്പോൾ ലൂണയാണ് ഇനിയിപ്പോൾ ഇവാൻ്റെ സീസണിൽ വന്ന ഫോറിൻ പ്ലേയേഴ്സിൽ ഇനി ബാക്കിയുള്ളത് ലൂണ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ഫോറിൻ പ്ലേയേഴ്സും അങ്ങനെ ക്ലബ്ബ് വിട്ട് തന്നെ പറയാം. അപ്പോൾ ലെസ്കോവിക്ക് ക്ലബ്ബ് വിട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സീസൺ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ലെസ്കോവിക്കിൻ്റെത്, ടോപ്പ് ക്ലാസ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് സീസണിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഡൗൺ ആയ പോലെ തോന്നി. എന്നാൽ തേർഡ് സീസണിലേക്ക് പിന്നെയും ഡൗൺ ആയി. പിന്നെ കുറേ ഇഞ്ചുറി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ലെസ്കോവിക്കിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലും അതിന് മുമ്പ് സീസണിലൊക്കെ ഇഞ്ചുറി കാരണം കുറേ മത്സരം പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സീസണിലേക്ക് വരുന്നതാണെങ്കിൽ തന്നെ കുറേ മത്സരങ്ങൾ ഇഞ്ചുറി കാരണം താരത്തിന് സീസണിൻ്റെ തുടക്കത്തിൽ പറ്റിയിട്ടില്ല. പിന്നെ അതിന് ശേഷം വീണ്ടും ഇഞ്ചുറി പറ്റിയിട്ട് കുറേ മത്സരം പോയി അങ്ങനെ. അപ്പോൾ ഇഞ്ചുറി പ്രൂവൺ ആയ ഒരു പ്ലെയർ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരും സീസണിലും തുടരുന്നത് ക്ലബിൽ നിലനിർത്തുന്നതും പ്രശ്നമാകും. ചില സമയത്തൊന്നും താരത്തെ ലഭിച്ചേക്കാവുന്നില്ല ഈ ഇഞ്ചുറി കാരണം തന്നെ. അപ്പോൾ ക്ലബ്ബ് വിടുന്നു, ഇനി പുതിയ ഡിഫൻഡർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലെസ്കോവിക്കിൻ്റെ ക്ലബ്ബ് വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളെ അഭിപ്രായം തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ദൈസുകി സക്കായി ആണ്. അപ്പോൾ താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് ദൈസുകി സക്കായി. വലിയ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ദൈസുകി സക്കായി. ഇനി താരത്തെ നിലനിർത്തണമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാനുള്ളത്. വരും സീസണിലേക്ക് വരുമ്പോൾ ഇനി ഏഷ്യൻ കോട്ട എന്നുള്ള സംഭവം എടുത്തു മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈസുകി സക്കായിയേക്കാൾ മികച്ച താരത്തെ നമ്മൾ എത്തിക്കും. ഇനി ദൈസുകി സക്കായി ഒരു ലെഫ്റ്റ് വിങ്ങർ, അങ്ങനെ വിങ് പൊസിഷനിൽ കളിക്കുകയാണ്. ഇപ്പോൾ അഡ്രിയ ലൂനണ്ട്, നോവ സദോയി സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈസുകി സക്കായി പോലുള്ള പ്ലെയറിനെ ആവശ്യമുണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത്രയും താങ്ക് യു പോസ്റ്റും കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പുതിയ സൈനിങ് അനൗൺസ്മെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇതിൻ്റെ അടിയത്ത് കമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി പല കമൻസും വളരെ ഇത് വിമർശിച്ചുകൊണ്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരൊക്കെ. എന്ന് വെച്ചപ്പോൾ ഇനി ലോഗോയിലെ ആന കൂടി പോകാനുള്ളൊന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്നാണ് എനിക്കിതിൽ ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇതിലാകെ പോയത് ഇപ്പോൾ ദിമിത്രിയോസ് ഡാമൻഡോസിൻ്റെ കാര്യം മാത്രമാണ് നമുക്ക് അത്ര ഇതില്ലാത്തത്. ദിമി പിന്നെ 4 കോടി അങ്ങനെ വലിയ തുക കൊടുത്ത് ഈസ്റ്റ് ബംഗാൾ കൊണ്ടുപോയി. ബാക്കിയൊക്കെ ഇപ്പോൾ ഈ നമ്മളപ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴും കുറേ പ്ലേയേഴ്സ് പോകാണ്ടാവില്ല. അപ്പോൾ അത്ര വിചാരിച്ചാൽ മതി. ഇനി വരാനുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ ട്രാൻസ്ഫർ റേറ്റ് ഓപ്പൺ ആയിട്ടില്ല. ജൂൺ 12-നായിട്ടാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ഈ മെയ് 31-നാണ് ഇപ്പോൾ എല്ലാ പ്ലേയേഴ്സിൻ്റെയും കോൺട്രാക്റ്റ് കഴിയുന്നൊരു സമയം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കാത്ത കരാറ് കഴിയുന്ന പ്ലേയേഴ്സൊക്കെ പോകുന്നവരൊക്കെ താങ്ക് യു പോസ്റ്റ് ഇട്ട് 31 ആകുമ്പോൾ മെയ് 31 ഇപ്പോൾ ജൂൺ 1 അപ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ താങ്ക് യു പോസ്റ്റ് ഇട്ട് ഒഴിവാക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സൈനിങ് കാര്യങ്ങളും നമ്മൾ പ്രീ കോൺട്രാക്റ്റിൽ 3-4 പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ സൈനിങ് അനൗൺസ്മെൻ്റ് ഒക്കെ വരും. അതുപോലെ പുതിയ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ സൈനിങ് ഒക്കെ ഇനി വരും ദിവസങ്ങളാവും വരിക. അപ്പോൾ പോകാനുള്ളവരെ വിടാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് ഇത്ര ഇങ്ങനെ വിമർശനം വരുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് ഇപ്പോൾ പോയവരെന്നെ ഇപ്പോൾ കരൺജിത്ത് സിംഗ് പ്രായമായ പ്ലെയറാണ്, റിട്ടയർ ആവാൻ പോവുകയാണ്. അപ്പോൾ താങ്ക് യു പോസ്റ്റ് ഇട്ട് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ലാറ ലോണിൽ വന്ന പ്ലെയറാണ്, അത് നമുക്ക് നിലനിർത്താൻ പറ്റില്ല. ബാംഗ്ലൂരിൻ്റെ ഒരു പരിപാടി വേണം, ടീമും ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിലേ താരത്തെ സൈൻ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇങ്ങനെ ലാറയെ തിരിച്ച് അവർ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാറ ലോൺ കഴിഞ്ഞ് പോയി. പിന്നെ ഫ്രാങ്ക് ദുവൻ നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ചാണ്, താങ്ക് യു ടു. അപ്പോൾ ഇനി പുതിയ കോച്ചാണ്. അപ്പോൾ പുതിയ കോച്ചിന് താല്പര്യമുള്ള ഒരു അസിസ്റ്റൻറ്റ് കോച്ചായിരിക്കും വരിക. പിന്നെ മറ്റൊരു പ്ലെയർ പോയത് ദിമിയാണ്. പിന്നെ ലെസ്കോവിക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ പോവേണ്ട പ്ലേയേഴ്സ് എങ്ങനെയാലും പോവും. അപ്പോൾ അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അയച്ചിട്ട് വരാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ, നമ്മുടെ സൈനിങ് വരാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഇത്രയും തരത്തിലുള്ള കമൻസും കാര്യങ്ങളും വിമർശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഹിതകളും പറയാനും അപ്പോൾ വീഡിയോ അവസാനിക്കാണ്. നെക്സ്റ്റ് വീഡിയോയുടെ